ഹായ് ഗൈസ്, എന്നെ കൊണ്ട് വെൽക്കം ടു അലമാര. 2025 ജനുവരി അഡ്മിഷൻ സൈക്കിളിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ വന്നിരിക്കുന്നത് 31 ജനുവരിയാണ്. ഇപ്പോഴും നിലവിൽ കുറേയധികം വിദ്യാർത്ഥികൾ ജനുവരി സെഷനിലേക്ക് അഡ്മിഷൻ നോക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കാനുള്ള ആളുകൾ വളരെയധികം എൻക്വയറികൾ നടത്തുന്നുണ്ട്. അവരുടെയൊക്കെ ശ്രദ്ധയ്ക്കായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് പേയ്മെൻറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 31 ജാനുവരിയാണ്. ഇതിന് നിലവിലൊരു മാറ്റം ഇല്ല. അപ്പോൾ അഡ്മിഷൻ എടുത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുന്നോട്ട് പോയി നിങ്ങൾ എന്തെങ്കിലും എഡിറ്റിങ് കറക്ഷനൊക്കെ വരുത്താനുള്ളതൊക്കെ വരുത്തുക. എല്ലാം ചെയ്ത് നിങ്ങൾ പേയ്മെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് 31 അടയ്ക്കുക. പുതുതായിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്, നിങ്ങളെ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 31 ജാനുവരിയാണ്. അതിനുശേഷം ഒരു എക്സ്റ്റൻഷൻ ആസ് ഓഫ് നൗ അവൈലബിൾ അല്ല. കോഴ്സ് എങ്ങനെ അഡ്മിഷൻ എടുക്കണം, എവിടെ തുടങ്ങണം എന്നൊക്കെ അറിയാത്ത ആളുകൾക്ക് കംപ്ലീറ്റ് സപ്പോർട്ട്, തുടക്കം തൊട്ട് ലാസ്റ്റ് വരെയുള്ള എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾ കോഴ്സ് എടുത്തതിന് ശേഷം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ദിവസം വരെയുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് അലമാര പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ത് സഹായം നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ ചോദിക്കുക, ചോദിച്ച് നിങ്ങളുടെ സപ്പോർട്ട് എടുക്കുക. അതിന് നമ്മുടെ പല പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. ആ ഒരു പ്ലാറ്റ്ഫോമാണ് അഡ്മിഷൻ അസിസ്റ്റൻസ് ചെയ്യാനുള്ളത്. വാട്സാപ്പ് ത്രൂ അഡ്മിഷൻ അസിസ്റ്റൻസ് ചെയ്യാം. അഡ്മിഷൻ അസിസ്റ്റൻസ് എടുക്കുക, നിങ്ങൾക്ക് അതിനുശേഷം പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക, സംശയങ്ങൾ ചോദിക്കാം. അതിനുശേഷം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഫീസ് ചെയ്യുക. ഫീസ് ചെയ്തതിന് ശേഷം കൺഫർമേഷൻ ഇമെയിൽ വരിക, വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകൾ യൂസ് ചെയ്യാം. നിലവിൽ കുറേയധികം പുതിയ കോഴ്സുകൾ ഇഗ്നോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. MBA പ്രോഗ്രാം വളരെയധികം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ചോദിച്ച കോഴ്സുകളാണ്. അതിൽ നേരത്തെ ഉണ്ടായിരുന്ന MBA പ്രോഗ്രാമുകൾ ഒഴിച്ചിട്ട്, അതായത് MBA HR ഉണ്ടായിരുന്നു, ഫിനാൻസ് ഉണ്ടായിരുന്നു, ഓപ്പറേഷൻസ്, മാർക്കറ്റിംഗ്, ഇതൊക്കെ ഒഴിച്ച് ലോജിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് തുടങ്ങിയ നിരവധി പ്രോഗ്രാമുകൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ ജോയിൻ ചെയ്യാം. കൃത്യമായിട്ട് ഇൻഫർമേഷൻ എടുത്തതിന് ശേഷം, കാരണം പല പ്രോഗ്രാമുകളും പല രീതിയിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. അത് പലപ്പോഴും എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ട് സ്റ്റുഡൻസ് പലപ്പോഴും ജോയിൻ ചെയ്ത് ഡ്രോപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങളുടെ പ്രോഗ്രാം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചൊരു പ്രോഗ്രാമാണ് MSc DFM കോഴ്സ്. ഈ കോഴ്സ് ജൂലൈ സെഷനിൽ മാത്രമാണ് ഓഫർ ചെയ്യുന്നത്. ഇത് ജനുവരി സെഷൻ ഇല്ല. അപ്പോൾ പലപ്പോഴും പല സ്റ്റുഡൻസിൻ്റെ പ്രശ്നം, ഇത് ഈ ഒരു സെഷനിൽ കാണുന്നില്ല, എന്തുകൊണ്ടാണ് ഇത് ഇവിടെ ഇല്ലാത്തത്? ഇതിൻ്റെ പ്രധാന കാര്യം, ജൂലൈ സെഷനിൽ മാത്രമാണ് ഈ പ്രോഗ്രാം കൊടുക്കുന്നത്, ജനുവരിയിലില്ല. ഇപ്പോൾ നിലവിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. 2 ദിവസമായിട്ട് നമ്മുടെ കോൾ മീ ഫോർ ആപ്പ്, ആ പ്ലാറ്റ്ഫോം ത്രൂ ആണ് ഡയറക്റ്റ്ലി നമ്മളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഉള്ളത്. കോൾ ത്രൂ ആ ഒരു പ്ലാറ്റ്ഫോമിൽ കുറേയധികം ആളുകൾ വിളിച്ചപ്പോൾ MSc DFM കോഴ്സ് ഇല്ല എന്ന് ഉള്ളത് വ്യക്തമായിട്ട് അവരോട് പറയുകയുണ്ടായി. ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജൂലൈ സെഷനിലായിരിക്കും വരുന്നത്. അപ്പോൾ അലമാര ചാനലിൽ ഇൻഫോം ചെയ്യും. മാത്രമല്ല, പ്രോഗ്രാം എടുത്തു, ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് അഡ്മിഷൻസ് പകുതി വരെ ചെയ്ത ആളുകൾ, അപ്പം അഡ്മിഷൻ എടുത്ത് നിങ്ങൾ പകുതി വരെ ചെയ്തു. സപ്പോസ് ഇങ്ങനെ ഒരു സ്റ്റുഡൻറ്റ്, ഈ ഒരു അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻ്റ് ആണ്. അഡ്മിഷൻ എടുത്ത് ഈ ഒരു ലാസ്റ്റ് സ്റ്റേജ് വരെ വന്നു, അപ്ലോഡിംഗ് സ്റ്റേജിൽ വരെ വന്നു. ഈ സ്റ്റേജ് വന്ന സ്റ്റുഡൻറ്റ് ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള ഹെൽപ്പുകൾക്ക് മാത്രമായിട്ടൊക്കെ നമ്മളെ സമീപിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്കുള്ള പ്രശ്നം, നിങ്ങൾ ഈ ആദ്യം തുടങ്ങി വെച്ച ഇതുവരെയുള്ള ഏതെങ്കിലും പ്രോസസ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ട്. സ്പെസിഫിക്കലി പേഴ്സണൽ ഡീറ്റെയിൽസിൽ നിങ്ങൾ കൊടുത്ത നിങ്ങളുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഇതിലൊക്കെ എന്തെങ്കിലും സ്പെസിഫിക്കലായിട്ടുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് തിരുത്താൻ പറ്റില്ല. ചിലപ്പോൾ DB ID ക്രിയേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക്, ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെ വരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ നമ്മൾ ഇൻ ബിറ്റ്വീൻ ചെയ്യാൻ സാധിക്കില്ല. അലമാര അങ്ങനെ പ്രോസസ്സ് ചെയ്യില്ല. നിങ്ങൾ അഡ്മിഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തുടക്കം തൊട്ട് ലാസ്റ്റ് വരെയുള്ള പ്രോസസ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. സ്വന്തമായിട്ട് അഡ്മിഷൻ ചെയ്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എറർ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തനിയെ ചെയ്യാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എറർ സംഭവിച്ചാൽ ഡിസ്ക്രിപ്പൻസി ഉണ്ടാവും, പിന്നെ നിങ്ങളുടെ പേയ്മെൻറ്റ് ബ്ലോക്ക് ആവും. നിരവധി വിദ്യാർത്ഥികൾ സ്വന്തമായി പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ പ്രശ്നങ്ങൾ നേരിട്ട് റീഫണ്ടും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രോസസ്സ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷ്മതയോടെയും ചെയ്യുക. പ്രോസസ്സിൻ്റെ എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ അവർ ടീം ഈസ് കംപ്ലീറ്റ്ലി ഹാപ്പി ടു ഹെൽപ്പ് യു. നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കണക്ട് ചെയ്യാം. നമ്മുടെ അഡ്മിഷൻ ടീമിനോട് നിങ്ങൾക്ക് സഹായങ്ങൾ ചോദിക്കാം. നമ്മുടെ ടീം തുടക്കം തൊട്ട് ലാസ്റ്റ് വരെയുള്ള പ്രോസസ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യും. അത് ഏറ്റവും ഉത്തരവാദിത്തത്തോടുകൂടിയായിരിക്കും. നിങ്ങൾക്ക് എന്താ സംശയങ്ങളാണെങ്കിലും ചോദിക്കാം. വൺസ് അതിന് ശേഷമുള്ള കാര്യം പിന്നീട് നമ്മുടെ ടീം തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ശ്രദ്ധിക്കേണ്ട ദിവസം ലാസ്റ്റ് ഡേറ്റ് ജാനുവരി 31. യൂണിവേഴ്സിറ്റിയിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ആണ്. ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതിരിക്കുക. കാരണം പലപ്പോഴും ലാസ്റ്റ് ഡേറ്റ് ആകുമ്പോൾ സൈറ്റ് ഡൗൺ ആവും, പേയ്മെൻറ്റ് ഡിലേ ഉണ്ടാകാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ടീം നിങ്ങൾ തീർച്ചയായിട്ടും റിപ്ലൈ തന്ന് സഹായിക്കുന്നതായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ്.